ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ഒരു സുന്ദരി ഉണ്ട് എൻ്റെ ഒപ്പം, ദീപജി മമ്മി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ആംസ്റ്റർഡാം സെൻട്രൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹോഫ്ദോർപ്പ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആംസ്റ്റർഡാം സെൻട്രലിലെത്തും. കുറേ കാലമായി ഞാനും ദീപചേച്ചിയും കൂടെ ദീപചേച്ചിയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോണ വ്ളോഗ് ഇട്ടിട്ട് കേട്ടോ. ഷോപ്പിങ്ങിന് നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു, കുറേ കാലമായില്ലേ ഞാൻ ട്രെയിൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരുന്ന ഒരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. ഞാൻ ദീപചേച്ചിയും പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്ളോഗായിരുന്നു അത്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു yet another episode of തനി മലയാളീസ് പ്രഹസനം. ദീപചേച്ചിക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ദിവസമായി എന്നോട് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കണു. അപ്പോൾ ഇന്ന് എന്തായാലും ദീപചേച്ചി ഉച്ചയ്ക്ക് ലഞ്ചിന് വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിയും ചമ്മന്തിയും പിന്നെ നമ്മുടെ മുട്ടത്തോരനും പപ്പടവും എല്ലാം കൂടെ ഉണ്ടാക്കാം. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് കഞ്ഞി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനും ഐശ്വര്യ കുറെ ബാണ്ടകെട്ടുമായിട്ട് ഇനി ബാണ്ടകെട്ട് വാങ്ങാനായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു. ഞങ്ങളുടെ വിചാരം ഞങ്ങൾ വളരെ സ്റ്റൈലിലാണ് പോകുന്നത്. ഈ വേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ നല്ല കോമഡി ഉണ്ട്. നമുക്ക് ഹോഫ്ദോർപ്പിൽ നിന്ന് ആംസ്റ്റർഡാം സെൻട്രൽ ഏകദേശം ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ട്രെയിനിലൊന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ സെൻട്രൽ എത്തും. യൂറോപ്യൻ ട്രെയിൻ എനിക്ക് പണ്ട് ഈ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ള സീനി ഈ ജനൽ വരില്ല, അപ്പുറ സൈഡാണ് എനിക്ക് പറഞ്ഞായിരിക്കണ്ടല്ലോ. ജനൽ സൈഡ് കൂടെ നിന്ന് വിദൂരതയിൽ നോക്കിയിരിക്കുന്ന ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കുണ്ടല്ലോ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സ്കിപ്പോൾ എയർപോർട്ടാണ്. സ്കിപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സൗദ് പോയി, സൗദിൽ നിന്ന് മെട്രോ എടുത്ത് റോക്കിൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയ കാൽഫസ്ത്രാത്ത് അവിടെ തന്നെയാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇരിക്കുന്ന സ്റ്റൈല് ഞാൻ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡീസൻ്റായി. അമ്മുച്ചേച്ചി വീഡിയോ കോൾ വിളിച്ചിട്ട് ഞങ്ങളുടെ വേഷം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണേ. ഞങ്ങൾ മാക്സിമം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. വൻ ലുക്കിലാണ്. ട്രെയിനിലാണ് ഐശ്വര്യ വീട്ടിൽ നിന്ന് പോവാണ് നമ്മള്. വളരെയധികം എമർജൻസി ഉള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നഖം ഭംഗി പോരാൻ തോന്നിയത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്നാ ലാസ്റ്റ് നെയിൽ പോളിഷ് ഇട്ടെന്ന് അറിയോ? കല്യാണത്തിന്. പിന്നെ അതിന് ശേഷം ഈ സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ള നെയിൽസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. 5 കൊല്ലം ഉണ്ടാവും ഞാൻ നെയിൽ പോളിഷ് ഇട്ട്. അല്ല ഇതിനിടയിൽ ഒരു പ്രാവശ്യം ഇവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഫേക്ക് നെയിൽസ് ട്രൈ ചെയ്തായിരുന്നു. ഒരു നഖം നശിച്ച് വൃത്തികേടായിരുന്നു. വല്ലപ്പോഴും ഈ ഒരു ഷെയ്ഡ് നല്ലത്. ഇത് OPI ആണ്. നമുക്കെന്തോ OPI ആകെ ഡാസ്ലർ ഞങ്ങൾക്കുണ്ടായ ഒരു മെഗാ കോമഡി പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. നെയിൽ പോളിഷ് ഇട്ടിട്ട് വർത്താനം പറഞ്ഞു ഗംഭീരായിരുന്നിട്ട് വേറൊരു സ്റ്റേഷനിലോട്ടേക്ക് എത്തിക്കണം. ഇനി എവിടെ പോയിട്ട് തിരിച്ചു വരണം? ഇല്ല, ഇനി നമുക്ക് സെന്ററിൽ പോയി ഇറങ്ങാം. ഈ വണ്ടി സെന്ററിൽ പോകുന്നുണ്ട്. ഓ, സെൻട്രലിൽ പോയിട്ട് നടക്കാൻ വർത്താനം പറഞ്ഞിട്ട് യു പേ ദ പ്രൈസ് ഫോർ യുവർ മറവി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തണുക്കാൻ തുടങ്ങി കേട്ടോ. ദീപച്ചിയുടെ അടുത്ത് ഒരു ഡെനിം ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടു. വർത്താനം പറഞ്ഞിരുന്ന് സ്റ്റോപ്പ് മിസ്സാക്കുന്നത് ആദ്യത്തെ പരിപാടിയൊന്നുമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാനും ദീപചേച്ചിയും കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് നോക്കലും അതിൻ്റെ ഒപ്പം വർത്താനത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യലും ഭയങ്കര ടഫായത് കാരണം മുന്നേ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ ഈ സ്റ്റോപ്പ് മിസ് ചെയ്യുന്ന പരിപാടി. വേണ്ട, നന്നായിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം വിശപ്പിൻ്റെ വിളി വരാനുണ്ട്. ഇത്ര നേരം ഒന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് നമ്മളെ അടിപൊളി കഞ്ഞി കുടിച്ചതാട്ടോ. കഞ്ഞി അങ്ങനത്തെ എന്തൊക്കെ കുറേ ഐറ്റംസ് കഴിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ കുഴപ്പമുണ്ടായില്ല. കാലെടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷോപ്പിങ്ങിന് മുന്നേ ഒരു ഭക്ഷണമാവാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഏകദേശം 2 കൊല്ലം മുന്നെയാണ് ഞാൻ ആംസ്റ്റൽഫെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹോഫ്ദോർപ്പിലോട്ട് ഞാൻ വീട് മാറിയത്. ആംസ്റ്റൽഫെയിനിന് ആക്ച്വലി സെൻട്രം പോകാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു മെട്രോ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷനിൽ ട്രെയിനൊക്കെ എടുത്ത് പോകണം. അപ്പോൾ അത് കാരണം മടിയായത് കാരണം ഞാൻ പോകുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മേക്കപ്പ് ക്ലാസ് വരുന്നത് ആംസ്റ്റർഡാം സെൻട്രലാണ്. അതുകൊണ്ട് അധിക ദിവസം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ കറങ്ങുക ചെയ്യാറ്. അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ കുറേ ടൈം സെൻട്രത്തിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ സെൻട്രലിൽ എത്തിയിട്ടോ. നല്ല അടിപൊളി വൈബാണ്. നല്ല സൂര്യനൊക്കെ ഉള്ളത് കാരണം എല്ലാ ആൾക്കാരും നല്ല കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എല്ലാവരും പുറത്ത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞാനിവിടെ വന്ന കൊല്ലം നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. വിൻ്ററായി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ബ്ലൂ, ബ്ലാക്ക് അങ്ങനത്തെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമേ ഇവരിടുള്ളൂ. അത് കഴിഞ്ഞ് സമ്മറായി കഴിഞ്ഞാൽ വൻ പൊളിയാണ്, ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സാണ് എല്ലാവരും ഇടുക. ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിങ് എന്നുള്ളത് ഒപ്പം കേൾക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേ സമ്മറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബോട്ട് സർവീസൊക്കെ നല്ലോണം കൂടി. എനിക്ക് തോന്നുന്നു ഇന്ന് നെതർലൻഡ്സിൽ ആരും വീട്ടിലിരിക്കുന്നില്ല എന്നുള്ളത്. വിഷ്ണു വരെ ഓടാൻ പോയിക്കുന്നോ, അല്ലെങ്കിൽ വിഷ്ണുവെങ്കിലും വീട്ടിലാന്ന് പറയായിരുന്നു. അത്രയും കിടലം വെതറ, 24 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ എല്ലാ ആൾക്കാരും പൊളിയായിട്ട് പുറത്തിരുന്നത് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം. കുറേ പേര് ഡ്രിങ്ക്സ് കഴിക്കുന്നു, കുറേ പേര് ചുമ്മാ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നു. പൊളിയാണ്. പെട്ടെന്ന് വന്നൊരു വിശപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, അതുകൊണ്ട് ഇവിടെ ഒരു കുക്കി ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പൊ എർത്ത് ബെസ്റ്റ് കുക്കി എന്നൊക്കെയാണ് അവരതിനെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയത് കേട്ടോ. കഴിച്ചു നോക്കിയില്ലേ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വളരെയധികം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലാണ് ആക്കിയിട്ടുള്ളത്. സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നടക്കാനേ ഉള്ളൂ, അത് നമുക്ക് പോയിട്ട് എടുക്കാം. ഈ കുക്കി ഒരു തവണ കഴിച്ചാൽ പിന്നെ നമുക്കിത് കഴിക്കൽ നിർത്താൻ പറ്റില്ല. എനിക്ക് മധുരം അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു തവണ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് എപ്പോൾ സെൻറ്ററത്ത് വരികയാണെങ്കിലും ഈ കുക്കി വാങ്ങിക്കണം. നമ്മൾ മുന്നൊരിക്കൽ ഈ ഒരു ക്യൂല് നിന്നിട്ട് ശശി ഏതാണ് കേട്ടോ. ഇവരിപ്പോ എനിക്ക് തോന്നുന്നു ബിസിനസ് നല്ല ലാഭമാണ്, അല്ലാതെ ഇപ്പൊ റോക്കില്ല അവർ ഇങ്ങോട്ട് മാറ്റാനൊന്നും അവർക്ക് പറ്റില്ല. വലിയ കടയാക്കിയിട്ടുണ്ട്. ഒരു ക്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുക്കി തീരുന്നത് വരെയാണ് ഇവർ ഓപ്പൺ ആയിട്ടിരിക്കുക. ഇവർ 6 മണി, ചിലപ്പോൾ 3 മണിക്ക് കുക്കി തീരുകയാണെങ്കിൽ 3 മണിക്കൂർ ഇറക്കും. ഒരു ദിവസം ഇത്ര കുക്കികളെ അവർ ഉണ്ടാക്കുള്ളൂ. നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ പ്ലാൻഡ് ആയിരുന്നില്ല. നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോ തന്നെ എന്തൊരു മണാന്നറിയോ, ഒരു പ്രത്യേക. നമ്മുടെ നെതർലൻഡ്സിലും ആംസ്റ്റർഡാമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ, ലൊക്കേഷൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോക്കിൻ സ്റ്റേഷനിൽ ഡാമിൻ്റെ സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഈ ഒരു കുക്കിയുടെ ഷോപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലോപ്പ് ആയെങ്കിൽ ഈ പ്രാവശ്യം കിട്ടി സാധനം ഉണ്ട്. സാധനം കയ്യിലുണ്ട്. എന്ത് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഹൈപ്പ് വരാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കുക്കി കാണാൻ സാധാരണ കുക്കി പോലെ തോന്നിയെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഒരു അടിപൊളി ഫില്ലിംഗ് ഉണ്ട്. ഇതിപ്പോ എല്ലാ കൈയും കംപ്ലീറ്റ് ഫുള്ളായി. എങ്ങനെ പൊട്ടിക്കുക, ഇതിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ വൈറ്റ് ഫില്ലിംഗ് ആണ്. നല്ല ചൂടുമില്ലേ, കഴിക്കാൻ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകും വയലത്. ഫ്രഷ് ഉണ്ടാക്കി തന്ന പോലത്തെ ഒരു ഫീലിംഗ്. വെരി നൈസ്. അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റി നമ്മളിത് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് യൂണിക്ലോയിലൊന്ന് കയറാം. ഞാൻ ഈ ഒരു ഷോപ്പ് പലതവണ ഇവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തോ കയറാനുള്ള ഒരു മൂഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദീപ ചേച്ചി യൂണിക്ലോൻ്റെ വില ബ്രാൻഡ് അംബാസിഡർ ആയതുപോലെയാണ്. അപ്പോൾ കേട്ട് ഞാനും വിചാരിച്ചു നമുക്കൊന്ന് യൂണിക്ലോയിൽ കയറി ഷോപ്പ് ചെയ്യാന്നുള്ളത്. കാരണം ഇവിടുത്തെ പാൻസ് ഭയങ്കര കംഫർട്ടബിളാണെന്നുള്ളതാണ് ദീപ ചേച്ചി പറയുന്നുണ്ടായിരുന്നത്. ഭയങ്കര കൂള്. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞു, ഇവിടെ നല്ല സാധനം ഉണ്ട്, പക്ഷെ നമുക്ക് പാകായിക്കോളം നിർബന്ധമില്ല. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. അത് നിൽക്കൊന്നും പാകില്ലേ. ഇതിനകത്ത് ഫോക്കസ് കുറവാണത് എൻ്റെ പ്രശ്നമാണോ? ഇപ്പോഴാണ് ഫോക്കസ് ആയത്. ഐശ്വര്യ നീ വേണമെങ്കിൽ ഒന്നും കൂടി ആ ജീൻസ് അങ്ങോട്ട് നോക്കി. ഇതൊക്കെ ട്രൈ ചെയ്യുന്ന എനിക്കറിയില്ല. ഇവിടെ ശരിക്കും അന്ന് ദീപ വെച്ച് വന്നപ്പോൾ 40 euro ആയിരുന്നു ജീൻസിന്. ഇന്ന് 19 ഓഫറിലാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സിങ് റൂമിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സിങ് റൂമിന് പാസ്കമർ എന്നാണ് പറയുക. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എടുത്ത ഓരോരോ ജീൻസും ട്രൈ ചെയ്ത് നോക്കുകയാണേ. അതാക്കി വേണ്ടത്. ഇതിന്റെ വേറെ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അവിടെ. പുറത്തേക്ക് വരും. എൻ്റെ അധികം സ്ലിം ഫിറ്റിൽ വരുന്ന ജീൻസാണ്. പക്ഷെ ഇപ്പോൾ എനിക്കതിടാൻ ഭയങ്കര മടിയാണ്. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്പെസിഫിക്കലി അറിയില്ല. എനിക്കെന്തോ ഭയങ്കര ഇറുകി നിൽക്കുന്നത് പോലെ തോന്നും. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പാൻസ് എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണം പോലെ തോന്നും. എപ്പോഴും ഒരു ബ്രീത്ത് ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുന്നത് നല്ലത്. അത് എസ് കറക്റ്റാണ്. പക്ഷെ മറ്റേത് എനിക്ക് തോന്നുന്നില്ല എസ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഇന്നത്തെ മെയിൻ ഷോപ്പിംഗ് ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടുള്ള പാൻസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെടുത്ത ആ ഒരു പാൻസിന് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് നല്ല രസമുണ്ടായിരിക്കും. എനിക്ക് ആ സ്ട്രൈപ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ സെൽഫ് ചെക്കൗട്ട് ആയിരുന്നു, അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദീപ ചേച്ചി എന്തായാലും ബില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഡാം ക്രോസ് ചെയ്ത് അപ്പുറത്ത് നമുക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട് കേട്ടോ, നമ്മുടെ കാൽഫസ്ട്രാത്തിന്റെ ബാക്കി ഭാഗം. ഞാൻ തൽക്കാലം യൂണിക്ലോന്ന് ഇറങ്ങിയിട്ടോ, ദീപ ചേച്ചി പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ ന്യൂയോർക്കറിലും കൂടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞായറാഴ്ച ഉണ്ടല്ലോ 7 മണിയാകുമ്പോൾ അധികം ഷോപ്പ് അടയ്ക്കും.
ബാക്കി ദിവസങ്ങളിലെല്ലാം 8 മണി 9 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് പെട്ടെന്ന് നമുക്ക് ന്യൂയോർക്കറിൽ പോകുമ്പോൾ സമയം ഓൾറെഡി 6:20 ആയിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് ക്ലോസ് ചെയ്യാൻ 20 മിനിറ്റ്സ് എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടത് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ ന്യൂയോർക്കർ. പക്ഷേ ഇടയിൽ എവിടെയോ വെച്ചിട്ട് എനിക്ക് ന്യൂയോർക്കറിനോടുള്ള ഇഷ്ടം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറേ ആയി വന്നിട്ട്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് നല്ല രസമുള്ള കാര്യങ്ങളുണ്ട്. മറ്റേത് എപ്പോൾ വരുമ്പോഴും കുറച്ച് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുമായിരുന്നു. ഇവിടെ വില അത്യാവശ്യം നല്ലോണം കുറവാണ്. പിന്നെ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ്. അങ്ങനെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളിതേ ഡ്രസ്സിങ് റൂമിൽ കയറിയിരിക്കുകയാണ്. എനിക്ക് എടുത്ത എല്ലാ ഡ്രസ്സും ട്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു 20 to 30 മിനിറ്റ്സ് എന്നുള്ളൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ എടുത്ത കുറച്ച് ഡ്രസ്സുകളിൽ ഒരു 2-3 ഡ്രസ്സ്. അങ്ങനെ കട അടയ്ക്കാനായിട്ടുണ്ട്. ആ അനൗൺസ്മെന്റ് ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ കൈ കിട്ടി എന്തൊക്കെയോ വാരി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ നോക്കിയെടുത്തത്. ദിവച്ച് കുറച്ച് ലേറ്റ് ആയിരുന്നു എത്താൻ. ആണോ? ഞാൻ ബില്ല് ചെയ്യാനുള്ള ക്യൂല് നിന്ന് കഴിഞ്ഞിട്ടും ദീപച്ചയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും എടുക്കാത്ത ദീപ ചേച്ചി കേട്ടോ. ദീപാജി നമുക്ക് പിന്നെ വരാം. കമോൺ. ഇതുണ്ടല്ലോ മറ്റേ അങ്കനമാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടോണ്ട അവസ്ഥയാണ്. ഒന്ന് വരുമോ? ഇനി ഒരു ക്യൂല് വന്ന് നിൽക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓൾറെഡി 7 മണിയായില്ലേ. നമുക്ക് വരാം. തൽക്കാലം ന്യൂയോർക്കറിന് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏതൊക്കെയാണ് വാങ്ങിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ഒരു സമയം കിട്ടിയില്ല. പക്ഷെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പുറത്ത് വന്ന് നടന്ന് കുറേ നേരം ഷോപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ കുറേ ഓൺലൈൻ ഷോപ്പിംഗ് മാറിയിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബാക്കി ദീപചേച്ചിയുടെ ബാഗിലിരിക്കുന്നുണ്ട് കുറേ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. മുന്നേക്കെ ഞാൻ ചെയ്യാം. ഹോൾ ചെയ്ത് ഇട്ടിട്ടുള്ള റിവ്യൂ വീഡിയോ ചെയ്യാം. റിവ്യൂ വീഡിയോ ചെയ്യാം. കാരണം മുന്നേ ഉണ്ടല്ലോ ഞാൻ അങ്ങനത്തെ വീഡിയോസ് കുറേ ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എത്ര താല്പര്യം അതിനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കമൻസിൽ കൂടെയൊക്കെയാണല്ലോ മനസ്സിലാക്കുക എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആണ്. പക്ഷെ എന്നാലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഒരേ ഒരു ഷോപ്പ് TK Maxx ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. അതിൽ വ്യത്യാസം ഉണ്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് കളർഫുൾ. നീ കൊണ്ടുകൊടുക്കോ? അത് എന്നെടുത്തോ. അങ്ങനെ എടുക്കാം. വിഷ്ണു വിളിക്കണു ബൾക്കായി ഫീൽ. എനിക്കിപ്പോൾ കുറച്ചായിട്ട് ടോട്ട് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ ഞാനത് കണ്ടു കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുകയും ചെയ്യും കേട്ടോ. തൽക്കാലം നമ്മൾ നേരത്തെ കണ്ട ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ദീപ ചേച്ചിയും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഈ ഒരു ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഫേസിന് ക്യാപ്പ് തീരെ മാച്ച് ചെയ്യാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഞങ്ങൾ ട്വിൻസിനെ പോലെയാണെന്ന് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ബാഗ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രാവലിന് പോകുമ്പോൾ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഐശ്വര്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഐശ്വര്യൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇതിടാം. അങ്ങനെ കുറച്ച് നേരത്തെ കൂലങ്കഷിതമായ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ രണ്ടുപേരും ആ ബാഗ് എടുത്തില്ല കേട്ടോ. അതിനുശേഷം ഇതേ കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ജ്വല്ലറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ അങ്ങനെ കമ്മലും മാലയും ഒക്കെ ഇടുന്നത് വളരെ കുറവാണ്. ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ആക്സസറീസാണ് ഞാൻ ഉപയോഗിക്കാറ്. പക്ഷേ ദീപ ചേച്ചിക്ക് ഇപ്പോൾ വെച്ചിട്ട് ആക്സസറീസിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ദീപ ചേച്ചിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാനും കുറച്ച് ഐറ്റമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല നാളെക്കിപ്പോൾ കൊടുക്കും. ഞാൻ പറഞ്ഞോളൂ തന്നെ. അത് അങ്ങനെ നമ്മൾ തൽക്കാലം എന്തോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇതും എല്ലാ ഐറ്റംസും. എനിക്കിന്ന് ലോട്ടറി ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ബാങ്ക് കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അത് എക്സ്പയർഡ് ആയി. അപ്പോൾ അതുകൊണ്ട് പുതിയ കാർഡ് ബാങ്കിൽ നിന്ന് അയച്ചു, അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ചിലവും എടുത്തത് ദീപജി മമ്മിയാണ്. ഇന്നൊന്നും പോയില്ലല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. ഒരു സ്റ്റാഫല്ലേ. ഇവിടെ നമ്മൾ നേരെ പോണത് പ്രദു ഗീതുവിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ഇന്ന് എല്ലാവരും അവിടെ വന്നിട്ട് മട്ടൻ ബിരിയാണി അവരുണ്ടാക്കുന്നുണ്ട്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയല്ല. അപ്പോൾ എന്താണിത് ഗിഗി എന്നൊക്കെ. ഗീതുവിൻ്റെ മട്ടൻ ബിരിയാണി ഭയങ്കര പോപ്പുലറാണ്. ഗീതു നന്നായിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഗീതു മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇന്ന് അവിടെ നിന്നാണ് ഡിന്നർ കഴിക്കുന്നത്. ഞാനും ദീപ ചേച്ചി മാത്രമേ ഇപ്പോൾ ഗീതുവിൻ്റെ അവിടെ ഇല്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു ഫോട്ടോ ഒക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ കേട്ടോ. ഞാനുണ്ടല്ലോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ദീപ ചേച്ചിയുടെ ഒപ്പം പോകാറുണ്ട്, അമ്മു ചേച്ചിയുടെ ഒപ്പം പോകാറുണ്ട്, അച്ചു ചേച്ചിയുടെ ഒപ്പം പോകാറുണ്ട്, ഗീതുവിൻ്റെ ഒപ്പം പോകാറുണ്ട്. 4 പേരുടെ ഒപ്പം പോകുമ്പോഴല്ലോ 4 വൈബാണ്.
ഗീതുവിൻ്റെ ഒപ്പം പോകുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു കടയിലേക്ക് എത്തിയിട്ടില്ല. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. കാരണം ഗീതു ഭയങ്കര ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണല്ലോ, ഗീതുവിന് ഷോപ്പിംഗ് ഇഷ്ടമല്ല. അമ്മ ചേച്ചിയോടൊപ്പം പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പ്ലാൻ ചെയ്ത് കടയിൽ പോയി നോക്കിയെടുത്ത് അങ്ങനെ ആയിരിക്കും. അച്ചേച്ചിയോടൊപ്പം പോകുമ്പോൾ അച്ചേച്ചി എന്നോട് പറയും നീ അത് വാങ്ങിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, എന്താണ് നീ ഒന്നും കൂടെ ആലോചിക്കുന്നൊക്കെ. ദീപ ചേച്ചിയോടൊപ്പം പോകുമ്പോൾ കണ്ണിൽ കണ്ട കടയിലെല്ലാം കയറി കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിക്കും. പിന്നെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ചിലത് പാകല്ല എന്നൊക്കെ മനസ്സിലാവും. റിട്ടേൺ ചെയ്യാൻ പിന്നെ വരേണ്ടി വരും. അപ്പോൾ വീണ്ടും വാങ്ങും. ഇവിടെ നിന്ന് നമ്മൾ ഒരു മെട്രോ എടുത്തു കഴിഞ്ഞാൽ സൗദിലെത്തും കേട്ടോ. സൗദിക്ക് ഏകദേശം ഒരു 8-9 മിനിറ്റ് എടുക്കുള്ളൂ. നമ്മൾ സൗദിലെത്തിയിട്ടോ. വിഷ്ണുവും തിബിൻ ചേട്ടനും ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചില്ല് ചെയ്യാൻ പോയതാണ്, അവസാനം എത്താൻ നേരത്ത് വന്ന് പിക്ക് ചെയ്യൂ എന്ന് പറയരുത്. അതുകൊണ്ട് ഇവിടുന്ന് പ്രോപ്പറായിട്ട് ട്രാമും മെട്രോ ഒക്കെ എടുത്തിട്ട് വീട് വരെ വരണമെന്ന്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ സൗദിലെത്തി. ഇനി സൗദിൽ നിന്ന് നമ്മൾ ഒരു ട്രാം എടുത്തിട്ട് ഔദർ കർക്കർലാൻ പോകും. അവിടെയാണ് ഗീതു വീട് അല്ലേ. സൗദിലെത്തിയ നമുക്ക് ഇനി ഒരു ട്രാമും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 5-6 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഗീതുവിൻ്റെ വീട്ടിലെത്തും. സമയം 10 മണിയായിട്ടോ. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ എമർജൻസി എന്ന് അറിയാൻ പാടില്ല. ഈ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ച് നമ്മൾ വന്നതിന് ശേഷം ഏകദേശം ഒരു 6-7 ട്രാം പോയിണ്ടായിരിക്കും. അത്രയും നേരം മലയാളികളും പോയത്. നമ്മൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെയാണ് ആലോചിച്ച് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ബാക്കി വീട്ടിൽ പോയിരുന്നാൽ പോരെയെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയായിട്ട് നല്ല വെളിച്ചമുണ്ട് കണ്ടോ. സമ്മറായി കഴിഞ്ഞ് ഏകദേശം ഒരു 10-10:30 ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ദിബജും മമ്മി. നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ മുന്നേ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദീപ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു നിനക്ക് മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മിസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ. പ്രതുവും ഗീത ഇവിടെ ആവുകൊണ്ട് ഞാനും അധികം ഇവിടെ തന്നെയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഓണ് പാണ്ടക്കിട്ട് എല്ലാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ലിഫ്റ്റ് കയറുന്നത് കാര്യമില്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദീപ ചേച്ചിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ ദീപ ചേച്ചിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഐഡിയ വരുന്നത് കുറച്ച് കൂടുതലാണ്. നമ്മൾ 2 പേരുടെ കയ്യിലും ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ്മാ നമ്മൾ മുടി വെട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് പറ്റിക്കുക എന്നുള്ള ഐഡിയ പെട്ടെന്ന് ദീപ ചേച്ചിക്ക് എവിടുന്നോ വന്നതാണ്. ദീപ ചേച്ചിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ആ ഒരു ഫ്രണ്ട് ബാങ്കില്ലേ അത് അത്ര ഹെയറിനായിട്ട് മാച്ചിങ് ആയിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യാൻ നോക്കി അവസാനം നമുക്ക് ബാക്കിലൊരു പോണി പോലെ കെട്ടി മുകളിൽ നമുക്ക് ഷെയ്ഡ്സ് എന്തെങ്കിലും വെക്കാം, അപ്പോൾ കുറച്ചും കൂടെ ബ്ലെൻഡായിട്ട് പോകുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ കാട്ടിക്കൂട്ടി നമ്മളിതേ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും പറ്റിക്കാൻ ദീപ ചേച്ചി വിചാരിച്ച് വന്ന് എല്ലാവരും നമ്മളെ തിരിച്ചാണ് പറ്റിച്ചേട്ടോ. കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് എക്സ്റ്റൻഷൻ വെച്ചതാണെന്നുള്ളത്. പിന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും ഒന്ന് ഓവറായി അഭിനയിച്ച് കൊളാക്കി. ഗീതുവിൻ്റെ മട്ടൻ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മട്ടൻ കഴിക്കാറില്ല, പക്ഷേ എന്നാലും ഞാനതിൽ റൈസൊക്കെ കഴിക്കാറുണ്ട്. വിഷ്ണുവിനും ഭയങ്കര ഇഷ്ടമാണ് ഗീതുവിൻ്റെ മട്ടൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഗീതു എപ്പോഴും ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം മട്ടൻ ബിരിയാണിയാണ്. എന്ത് പഠിപ്പിച്ചെടുക്കുക? റുബിക്സോ? വേദനറിയോ റുബിക്സ്? ഗുഡാണ്, പഠിപ്പിച്ചു കൊടുത്ത് നോക്കി നോക്കും. നോക്കി നോക്കൂ. ഓ ഇൻട്രസ്റ്റ് ഇല്ല വേദന. നാളെ ഇൻട്രസ്റ്റ് വരിക അല്ലേ? ഗുഡ് ബോയ്. ഇതെന്താ പുള്ളി നിനക്ക് എന്താ ഇൻട്രസ്റ്റ് ഇതിൽ ആടാനാ? റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ 2-3 വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റോസ് ജോലി കഴിഞ്ഞ് എത്താൻ കുറച്ച് ലേറ്റായി. വന്ന ഉടനെ പുള്ളി ഇതേ ഡിന്നറൊക്കെ കഴിക്കുകയാണ്. പിന്നെ റോസിന് കമ്പനി കൊടുക്കാൻ വേണ്ടി എല്ലാവരും റോസിൻ്റെ ഒപ്പം തന്നെ ഡിന്നറൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. കിടിലൻ മട്ടൻ ബിരിയാണി ആയിരുന്നു എന്നത്തെയും പോലെ. ഗീതു ഉണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ അളവ് നോക്കി കുക്ക് ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എത്ര ഉപ്പ, എത്ര മഞ്ഞപ്പൊടി, എത്ര മുളക് പൊടി ഇട്ട് എന്നുള്ള കൃത്യമായ കണക്ക് ഗീതുവിൻ്റെ ഉണ്ടായിരിക്കും. ആദ്യം വിശപ്പ് നല്ലോണം കൂടിയവരൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വന്ന ഉടനെ ഞാൻ ഇവിടെയുള്ള കുറച്ച് ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൂട്ടി കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് നേരം പിള്ളേരുടെ ഒപ്പമൊക്കെ ഇരുന്ന് കളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഗംഭീരമായ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എല്ലാവരുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇത് എല്ലാ വീക്കെൻഡ്സും നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്, എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. പറയൂ സസ്നേഹം തനി മലയാളി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തനി നമസ്കാരം. എൻ്റെ ശബ്ദം ഈ ഒരു നേരമായപ്പോഴേക്ക് ഫുള്ള് പോയി കേട്ടോ.
എനിക്കിപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ ശബ്ദം പോകുകയെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പാരമ്പര്യം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു എനിക്ക് വേണ്ടി സംസാരിക്കൂ, ബി വോക്കൽ. ഒന്ന് പറയൂ, എനിക്ക് ഒരു ആഗ്രഹം ഒന്ന് കേൾക്കാൻ. വിഷ്ണു പറയൂ, ഒന്നുകൂടെ തിരിയൂന്ന്. തിരിയൂ നിൽക്കൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ഇത് വേറെ ഏതൊരാൾ പറഞ്ഞ പോലെ ഉണ്ട്. എൻ്റെ ശബ്ദം ഫുൾ പോയിട്ടോ. നമ്മൾ രാത്രി കാറ് ചാർജ് ചെയ്തിട്ട് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. ഓക്കെ, ടാറ്റാ.